ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒവാസ് ആപ്പ് എന്ന് പറയുന്ന ടൂളിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്. നമുക്ക് എന്താണ് ഒവാസ് ആപ്പ്, അതുപോലെ തന്നെ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ സെറ്റപ്പ് ചെയ്യാം, അതിൻ്റെ അകത്ത് വരുന്ന ഓരോ ടാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആ ഒരു കാര്യം മുതൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ കംപ്ലീറ്റ്ലി കാണുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. ആൻഡ് വൺ മോർ തിങ്, കറൻ്റ്ലി ഞാനൊരു ബഗ് ബൗണ്ടി കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി മലയാളത്തിലാണ് ആ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത്. സോ എൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ്റെ അകത്ത് എങ്ങനെയാണ് വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യേണ്ടത് എന്ന് മുതൽ ഒരു വൾനറബിലിറ്റി എങ്ങനെ ഒരു കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്യാം എന്ന് വരെയുള്ള A to Z കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. സോ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറുണ്ട്. ജസ്റ്റ് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി. ആ ഒരു കോഴ്സിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. നമുക്കിനി ഒവാസ് ടോപ്പ് 10ൻ്റെ ട്യൂട്ടറിലോട്ട് പോവാം. ഇനി നമുക്ക് ഈ ഒരു ഒവാസ് ആപ്പ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് തന്നെ ഈ ഒരു സാപ്പ് എന്ന് പറയുന്ന ടൂള് പെൻട്രേഷൻ ടെസ്റ്റിങ്ങിലാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലും നമ്മൾ വെബ് ആപ്ലിക്കേഷൻ പെൻട്രേഷൻ ടെസ്റ്റിങ്ങിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് വിൻഡോസിലും ലിനക്സിലും മാക്കിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് വർക്കിംഗ് പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ ബിഗിനേഴ്സിനും ഒരുപോലെ തന്നെ ഈസിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൂളാണ്. ഈ ഒരു ലിങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഐഡിയ കിട്ടും. പിന്നെ ഈ ഒരു ടൂള് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്രൗസറാണ്. നമ്മുടെ ഈ ഒരു ബ്രൗസർ പോലെ ബ്രൗസറാണ്. ഈ ഒരു ബ്രൗസറിൽ നിന്ന് ഒരു റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു സാപ്പ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും നമുക്ക് അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനുശേഷം മാത്രമേ നമ്മുടെ ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ സെർവറിലോട്ട് പോകത്തുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും ഈ ഒരു വെബ് ആപ്ലിക്കേഷൻ സെർവറിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു സാപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൂളിൻ്റെ അകത്തൂടെ മാത്രമേ ബ്രൗസറിലോട്ടും വരത്തുള്ളൂ. സോ ഇവിടെ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്താണ് ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൗസർ ത്രൂ നമ്മളൊരു ലോഗിൻ ചെയ്യുന്നു. അവിടെ എന്താണ് ബാക്കെൻഡിൽ റിക്വസ്റ്റ് പോകുന്നതെന്നും അതുപോലെ തന്നെ സെർവറിൽ നിന്ന് എന്ത് റെസ്പോൺസാണ് വരുന്നതെന്നും നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഈ ഒരു സാപ്പ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് എന്താണ് പോകുന്നത്, അതുപോലെ തന്നെ ആ റിക്വസ്റ്റ് മോഡിഫൈ ചെയ്യാം. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന റെസ്പോൺസ് എന്താണ്, നമുക്ക് ആ ഒരു റെസ്പോൺസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇങ്ങനെ ഈ ഒരു മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വൾനറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടൂളിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെയാണ് സ്പൈഡർ എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. പിന്നെ പാസീവ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ആക്റ്റീവ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വൾനറബിലിറ്റീസോ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കംപ്ലീറ്റ്ലി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇതിൻ്റെ അകത്ത് തന്നെ സാപ്പ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ആ ഒരു എക്സ്റ്റൻഷൻ്റെ അകത്ത് പ്രീ ബിൽഡ് ആയിട്ടുള്ള കുറേ എക്സ്റ്റൻഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ടും പല വൾനറബിലിറ്റീസോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഡൈനാമിക് SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾ ബർപ്സ്യൂട്ട് എന്ന് പറയുന്ന ടൂളുണ്ട്. എക്സാക്ട്ലി ഓൾമോസ്റ്റ് സിമിലർ ടു ബർപ്സ്യൂട്ട് ആണ്. ബർപ്സ്യൂട്ട് കംപ്ലീറ്റ്ലി പെയ്ഡ് ആണ്. ബട്ട് കംപ്ലീറ്റ്ലി പെയ്ഡ് അല്ല, ഫ്രീയും പെയ്ഡും ഉണ്ട്. പെയ്ഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതേസമയം ഈ ഒരു ഒവാസ് ആപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ബർപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബർപ്സ്യൂട്ടിൻ്റെ ഓൾറെഡി ഒരു ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. സോ ബേസിക്കായിട്ട് ഒവാസ് ആപ്പ് എന്താണെന്നുള്ള ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഈ ഒരു സാപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പെർട്ടിക്കുലർ പേജിൽ വരിക. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വിൻഡോസിനാണെങ്കിൽ നിങ്ങളുടെ ഏത് ലാപ്പാണ് 64 ബിറ്റ് ആണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക. നോർമലി .exe ഫയൽ റൺ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്താൽ മതി. നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി. അല്ല നിങ്ങൾ 32 ബിറ്റ് ആണെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് ചെയ്യുക. പിന്നെ മാക് ആണെങ്കിൽ നിങ്ങൾ എന്താണോ ഏത് OS ആണോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫയൽ ഡൗൺലോഡ് ചെയ്യുക. കാൾ ലിനക്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാളർ ഫയലും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാക്കേജ് ഫയലും കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഏത് വേണം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി. sudo apt install sap proxy എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ടൂൾ ആ ഒരു കാലി റിപ്പോയിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ എറർ വരുന്നത്. സോ എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നിങ്ങൾക്ക്
പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സാപ്പ് പ്രോക്സി എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ടൂള് നിങ്ങൾക്ക് ലോഡായി വരുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് ഈ ഒരു രീതിയിൽ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ ഒരു പാക്കേജ് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു പാക്കേജ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു നമ്മുടെ ഏത് ഡയറക്ടറിയിലാണോ ഡൗൺലോഡ് ചെയ്തത് ആ ഒരു ഡയറക്ടറിയിൽ പോവാം ടെർമിനലിൽ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് LS അടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ടാർ ഫയൽ. ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടാർ ഫയലിന് നമുക്ക് ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ജസ്റ്റ് chmod +x ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. +x ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ആ ഒരു ഫയൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് എൻ്റർ കൊടുക്കുക. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ tar -xvf അതിനുശേഷം നമ്മുടെ ഈ ഒരു ടൂള് അല്ലെങ്കിൽ ആ ഒരു ഫയൽ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഫയൽ അൺസിപ്പ് ആവുന്ന കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ജസ്റ്റ് LS ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് പോവുക. ഫോൾഡറിൻ്റെ അകത്ത് പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു sap.sh എന്ന് പറയുന്ന ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടൂള് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ജസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ./sap.sh എന്ന് പറയുന്ന ഈ ഒരു ഫയൽ റൺ ചെയ്യുക. റൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ടൂള് പോപ്പപ്പ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാം, ലോഡ് ചെയ്ത് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൂള് യൂസ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ടൂള് റൺ ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ നിങ്ങൾ ഏത് ഫോൾഡറിലാണോ ഈ ഒരു ഫയൽ കിടക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ വന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൂള് റൺ ചെയ്യാൻ വേണ്ടി പറ്റൂ. സോ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് സാപ്പ് ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് സാപ്പിൻ്റെ അകത്ത് വരുന്ന ഓരോ ഫീച്ചേഴ്സും അതുപോലെ തന്നെ UIയും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് സാപ്പിൻ്റെ ഓവർവ്യൂ നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ നിങ്ങൾ ഏത് ഫോൾഡറാണോ ഡൗൺലോഡ് ചെയ്തത് ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് വരിക. അതിനുശേഷം ജസ്റ്റ് ./sap.sh എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു സാപ്പ് എന്ന് പറയുന്ന ടൂള് ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു സാപ്പ് ടൂള് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇത് കംപ്ലീറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് ആയിരിക്കും ആദ്യം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇതെന്താണെന്ന് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഇവിടെ തൽക്കാലം ഇപ്പോൾ നോ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ സാപ്പ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് മെയിനായിട്ട് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കാണാൻ പറ്റുന്ന ടോപ്പിലെ ഒരു ബാറാണ് മെയിൻ ബാർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫയൽ ഓപ്ഷനാണ് നമുക്കിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ റൺ ആയിരിക്കുന്ന സെഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് എല്ലാം ഉള്ളത്. പിന്നെ ഉള്ളത് എഡിറ്റ് ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സാപ്പ് എന്ന് പറഞ്ഞ ടൂൾ എങ്ങനെയാണ് വ്യൂ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് അനലൈസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്കാനിൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് റിപ്പോർട്ട്. ഇവിടെ നിങ്ങൾക്ക് റിപ്പോർട്ട് ജനറേഷൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഉള്ളതാണ് ഇമ്പോർട്ട്. നമുക്ക് ഈ ഒരു സാപ്പിൻ്റെ അകത്തോട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫയൽസോ URLസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന URLസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് ഹെൽപ്പ് ഓപ്ഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ടൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷനിലാണ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഫയൽസിൽ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈസിലി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ന്യൂ സെഷൻ, അതുപോലെ തന്നെ ഓപ്പൺ സെഷൻ, എന്തെങ്കിലും മുമ്പത്തെ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുള്ള സെഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നതെന്ന് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട മാനേജ് ആഡ് ഓൺസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഈ ഒരു എന്തെങ്കിലും എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഇവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നമ്മൾ എല്ലാ ഓപ്ഷൻസൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ട്രീ വിൻഡോ എന്ന് പറയുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ ട്രീ വിൻഡോ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് നമുക്ക് കറൻ്റ്ലി ക്യാപ്ചർ ചെയ്തിരിക്കുന്ന URLസും ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പുതിയത് ആയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് അതുപോലെ തന്നെ റെസ്പോൺസ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രിപ്റ്റ് കൺസോളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ എന്തിനാണെന്ന് മുന്നോട്ട് പോകുമ്പോൾ കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ വർക്ക് സ്പേസ് വിൻഡോ എന്ന് പറയുന്നത്. ഇതാണ് വർക്ക് സ്പേസ് വിൻഡോ. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു റിക്വസ്റ്റ് റെസ്പോൺസ് ഒക്കെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇൻഫോർമേഷൻ വിൻഡോ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ഹിസ്റ്ററി, മുമ്പ് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി നിങ്ങൾക്ക് ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ടൈം സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും അലേർട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഔട്ട്പുട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഇവിടെ ആഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് സ്കാൻ വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇൻഡു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യും. ഇതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു ഓവർവ്യൂ പേജ്. നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണോ ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒക്കെ പറ്റും. നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം മുന്നോട്ട് പോകുമ്പോൾ കവർ ചെയ്യുന്നുണ്ട്. വീഡിയോ കംപ്ലീറ്റ്ലി കാണുക അതുകൊണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഫൂട്ടർ ടാബ്. ഓക്കെ, ഈ ഒരു ഫൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് എന്തെങ്കിലും അലേർട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളിപ്പോൾ കറൻ്റ്ലി ഏത് പോർട്ടലാണ് ഇത് ലിസൺ ചെയ്യുന്നതെന്നുള്ള കാര്യം ഇവിടെ കാണാം. പിന്നെ ഇവിടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറ്റും. സോ ബേസിക്കലി ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു OWASP ആപ്പിൻ്റെ ഇനിഷ്യൽ ഓവർവ്യൂ. ഇനി നമുക്ക് ഓരോന്നായിട്ട് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബ്രൗസറുമായിട്ട് ഈ ഒരു ആപ്പ് കണക്ട് ചെയ്യുന്ന കാര്യം, ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു OWASP ആപ്പിൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു ഡൈനാമിക് SSL സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബ്രൗസറിൽ അത് ഇമ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ ബ്രൗസറിൽ നിന്നുള്ള റിക്വസ്റ്റ് നമുക്ക് ഈ ഒരു സാപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ബർപ്സ്യൂട്ട് എന്ന് പറയുന്ന ടൂളിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടവർക്ക് അറിയാം നമ്മൾ അത് എങ്ങനെയാണ് ചെയ്തതെന്ന്. എക്സാക്ട്ലി ആ ഒരു സെയിം സ്റ്റെപ്പ് നമുക്ക് ഇവിടെയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു ടൂൾസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് കാണാം. ഏറ്റവും ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ജസ്റ്റ് അത് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ സർവർ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാം. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് സേവ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ വന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് ആ ഒരു എൻഡ് പോയിന്റ് ലൈക്ക് ആ ഒരു പാത്ത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഞാനിവിടെ ഈ ഒരു ഡൗൺലോഡ്സിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു സാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു സാപ്പിൻ്റെ ഫയൽ കിടക്കുന്ന ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് തന്നെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് വേറെ ഒന്നുമില്ല, ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക ആൻഡ് ജസ്റ്റ് സേവ് കൊടുക്കുക. ഇവിടെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫോൾഡർ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ ഡൗൺലോഡ്സിൽ നമ്മുടെ ആ ഒരു സാപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കാണാം. ഇനി നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിനെ നമ്മുടെ ബ്രൗസറിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഇവിടെ സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വ്യൂ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ജസ്റ്റ് ഇമ്പോർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു നെയിമും അതുപോലെ തന്നെ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഓപ്പൺ കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ ജസ്റ്റ് ഐ ട്രസ്റ്റ് ദാറ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ സെലക്ട് ചെയ്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു SSL സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു നമ്മുടെ ബ്രൗസറുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ബ്രൗസറിൻ്റെ അകത്ത് ഒരു പ്രോക്സി എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്രൗസറിൽ നിന്നുള്ള റിക്വസ്റ്റ് ഇവിടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ഫോക്സി പ്രോക്സി എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആർട്സോണിൻ്റെ സിമ്പിളുണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് മാനേജ് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഫൈൻഡ് മോർ ആഡ് ഓൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് artson.mozilla.org എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിൽ പോയാലും മതി.
ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ഫോക്സി പ്രോക്സി എന്ന് സെർച്ച് ചെയ്താൽ ഫോക്സി പ്രോക്സി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ജസ്റ്റ് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എക്സ്റ്റൻഷൻ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. ഫോക്സി പ്രോക്സി എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു എക്സ്റ്റൻഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി ബർപ്പ് സ്യൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ബർപ്പ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി എം ഡി ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു സാപ്പ് എന്ന് പറഞ്ഞ ടൂളിൽ പോവുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സാപ്പ് ഏത് പോർട്ടിലാണ് ലിസൺ ചെയ്യുന്നതിന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ടൂൾസിൽ പോവുക, അതിൻ്റെ ഇവിടെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നേരത്തെ പോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോക്കൽ സർവർ ഓർ പോക്സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. സോ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് ലോക്കൽ ഹോസ്റ്റിലാണ്. അതുപോലെ തന്നെ പോർട്ട് 8080 ഇത് ഡിഫാൾട്ടായിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അത് മാറ്റിയിട്ട് 8081 ആക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ എൻ്റെ ബർപ്പിൻ്റെ പ്രോക്സി ഞാൻ എടുത്തിരിക്കുന്നത് സേവ് ചെയ്തിരിക്കുന്നത് 8080 ലിസൺ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും 8080 ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ സാപ്പ് 8081 ലിസൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഞാൻ 8081 ലിസൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ബർപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം പോർട്ടിന് 8080 തന്നെ കൊടുക്കാം. ഞാൻ ഓൾറെഡി ബർപ്പ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് 8081 കൊടുത്തത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫോക്സി പ്രോക്സിയിൽ ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനും കാണും. ഇവിടെ ഓൾറെഡി ബർപ്പ് ഞാൻ ആഡ് ചെയ്ത് വച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് എന്ന ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. ജസ്റ്റ് ഇവിടെ ആഡ് സെലക്ട് ചെയ്യുക. ആഡ് സെലക്ട് ചെയ്ത് നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കണം. ഞാനിവിടെ സാപ്പ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു കളർ വേണമെങ്കിൽ നമുക്കൊരു ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ആക്കി കൊടുക്കാം. ഓക്കെ, സോ ഞാനിവിടെ സാപ്പിനെ റെഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പോർട്ട് സെലക്ട് ചെയ്യുക. പോർട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഇവിടെ ഞാൻ 8081 ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ലിസൺ ചെയ്യുന്നത് 8080 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ 8080 തന്നെ കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഹോസ്റ്റ് നെയിം വന്നിട്ട് 127.0.0.1 കൊടുക്കുക. അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കൊടുത്താൽ മതി. അതിനുശേഷം സേവ് കൊടുക്കുക. സോ നമ്മുടെ ഇവിടെ പ്രോക്സി സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു എക്സ്റ്റൻഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സാപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ആ സാപ്പുമായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ലൈക്ക് പ്രോപ്പറായിട്ട് ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ നമ്മുടെ ഈ ഒരു ബ്രൗസറിൽ വരുന്നു, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു സബ് ഡൊമൈൻ ഫൈൻഡർ എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ എനിക്കിവിടെ റിക്വസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ഒരു ഫോക്സി പ്രോക്സിയിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു സാപ്പ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നേരത്തെ നമുക്ക് ഡിസേബിൾ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ജസ്റ്റ് ഒന്നുമില്ലായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഇവിടെ വേറൊരു ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ സാപ്പ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിൽ ഒരു റെഡ് കളർ വന്നിരിക്കുന്നതാണ്. അതൊരു സാപ്പ്. ദാറ്റ് മീൻസ് ഇവിടെ ആ ഒരു സാപ്പ് എന്ന് പറഞ്ഞ ആ ഒരു പോർട്ടൽ ഓപ്പൺ ആണ്, ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈറ്റ് ലോഡായി വന്നിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഒരു സാപ്പിൽ പോയി നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു ടൂളിൻ്റെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബർപ്പ് സ്യൂട്ടുള്ള കണക്ഷനും സാപ്പും നമ്മുടെ ബ്രൗസറായിട്ടുള്ള കണക്ഷനും പ്രോപ്പറായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് സാപ്പ് ടൂൾ യൂസ് ചെയ്തിട്ട് ഓരോ റിക്വസ്റ്റായിട്ട് എങ്ങനെയാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെ ആ ഒരു റിക്വസ്റ്റ് മോഡിഫൈ ചെയ്യാം, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ആ ഒരു പെർട്ടിക്കുലർ സാപ്പിൻ്റെ ഫോൾഡർ റിപ്പോർട്ട് നമുക്ക് സാപ്പ് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി. ./SAP.sh എന്ന് പറഞ്ഞാൽ കമാൻഡ് റൺ ചെയ്യുക. അതിനുശേഷം ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനും നോക്കാം. അതിനായിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് സൈറ്റാണ് യൂസ് ചെയ്യുന്നത്.
ഈ ഒരു ഒവാസ് ജ്യൂസ് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയലി വണ്ണബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ ഒരു ഫോക്സി പ്രോക്സി ഓൺ ചെയ്യുക. ഇവിടെ സാപ്പ് എന്ന് പറഞ്ഞ് കാണാം, നിങ്ങൾ ജസ്റ്റ് അത് ഓൺ ചെയ്യുക. അത് ഓൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു സാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ ആണ്. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇനി നമ്മളിവിടെ എന്ത് റിക്വസ്റ്റ് എന്ത് വെബ്സൈറ്റിൽ കയറിയാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ക്യാപ്ചർ ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെ ആ ഒരു ജ്യൂസ് ഷോപ്പ്, ആ ഒരു സൈറ്റ്, അതിൻ്റെ അകത്ത് വരുന്ന കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ആയിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ ഹിസ്റ്ററി ടാബ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ID, അതുപോലെ തന്നെ ആ ഒരു ID ഏറ്റവും ലേറ്റസ്റ്റ് ആയത് വന്നിരിക്കുന്നതാണ് 40ാമത്തെ റിക്വസ്റ്റാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ID വെച്ചിട്ട് ഫിൽട്ടർ ഔട്ട് ചെയ്യാം. അതുപോലെ ടൈം വെച്ചിട്ടാണെങ്കിൽ ആ ഒരു രീതിയിൽ ഫിൽട്ടർ ഔട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഫിൽട്ടർ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് വേണം, ലൈക്ക് അതിൻ്റെ റിക്വസ്റ്റും റെസ്പോൺസും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒന്നിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് ഈ ഒരു വർക്ക് സ്പേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിക്വസ്റ്റിൽ നമുക്ക് ആ റിക്വസ്റ്റ് എന്താണ് പോയിരിക്കുന്നത്, അതുപോലെ തന്നെ റെസ്പോൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് എന്താണ് വന്നിരിക്കുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമല്ല, നമുക്ക് ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യണം, ഒരു ലോഗിൻ റിക്വസ്റ്റ് മാത്രമായിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യണം, എന്നിട്ട് അതിൽ എന്തെങ്കിലും മോഡിഫൈയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ വേണമെങ്കിലും അതിനും പോസിബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ കണ്ടോ, ഈ ഒരു ഗ്രീനിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു ഏത് റിക്വസ്റ്റ് ആണോ ചെയ്യേണ്ടത് ആ ഒരു റിക്വസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ലോഗിൻ റിക്വസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഈ ഒരു റിക്വസ്റ്റ് മാത്രം ക്യാപ്ചർ ചെയ്യണം, ലോഗിൻ ചെയ്യുന്ന റിക്വസ്റ്റ് മാത്രം. സോ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമെയിൽ ID ഇവിടെ കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു ഗ്രീൻ സിമ്പിൾ കണ്ടോ, ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ കണ്ടോ ആ ഒരു റിക്വസ്റ്റ് മാത്രമായിട്ട് ഇവിടെ ക്യാപ്ചറായി വന്നിരിക്കുന്നതുണ്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ടെസ്റ്റ് 1 2 3 പകരം ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി എനിക്ക് ഈ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ കാണാം. ഒന്നെന്ന് പറയുന്നത് സബ്മിറ്റ് ആൻഡ് സെൻഡ് ടു നെക്സ്റ്റ് റിക്വസ്റ്റ് ഓർ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇനി അടുത്ത എന്ത് റെസ്പോൺസ് ആണെങ്കിൽ റെസ്പോൺസ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആണെങ്കിൽ റിക്വസ്റ്റ്, അത് നമുക്ക് ഇവിടെ കാണാം. അല്ല, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ആരോ ആയിട്ട് മാത്രം കാണാം, സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ ടു നെക്സ്റ്റ് ബ്രേക്ക് പോയിന്റ്. നമ്മൾ ജസ്റ്റ് ഇതാണ് കൊടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. ഈ ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ടോ, ഓട്ടോമാറ്റിക്കലി ഗ്രീൻ കളർ ആയതുകൊണ്ടോ, ദാറ്റ് മീൻസ് ആ ഒരു അതിനുശേഷം എന്ത് റിക്വസ്റ്റ് ആണോ വരുന്നത് അത് നമുക്കിവിടെ കാണാനോ ഒന്നിനും പറ്റത്തില്ല. അതേസമയം നമുക്ക് നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ലോഗിൻ കൊടുക്കുന്നു, ആ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് ഇവിടെ ഫോർവേഡ് കൊടുക്കുക. ഞാൻ ഈ ഒരു സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് അതാ കൊടുക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ആ ഒരു റിക്വസ്റ്റിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നെക്സ്റ്റ് വീണ്ടും അത് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ കണ്ടോ അടുത്ത റിക്വസ്റ്റ് കണ്ടോ, ഇവിടെ നമ്മൾ ലോഗിൻ റിക്വസ്റ്റ് വന്നു, ഇവിടെ ജസ്റ്റ് 1 2 3. ഇനി നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് എന്തോന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ഇതല്ല ക്ലിക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ റെഡ് സിമ്പിളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു സിമ്പിൾ ഉണ്ടോ, ഇത് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്നതാണോ, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു റെസ്പോൺസ് എന്താണ് 200. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഒതൻറ്റിക്കേഷൻ ടോക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗിൻ ആയിട്ടില്ല. ദാറ്റ് മീൻസ് ഇപ്പോഴും നമ്മൾ റിക്വസ്റ്റ് പൗസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക, ഒന്നീ ഈ ഒരു റെഡ് കളർ ഗ്രീൻ കളർ ആക്കുക. ജസ്റ്റ് ഇതിൽ ജസ്റ്റ് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഗ്രീൻ കളർ ആവും. ഇല്ലെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ ടു നെക്സ്റ്റ് ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് ആ ഒരു റിക്വസ്റ്റും റെസ്പോൺസും എല്ലാം കിട്ടി. എനിക്കിനി ഈ വേറെ റിക്വസ്റ്റും ക്യാപ്ചർ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഈ ഒരു ഗ്രീൻ കൊടുത്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഇവിടെ ഫോർവേഡ് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഇവിടെ ഇത് ഓൺ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഒരു ഇത് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഫോർവേഡ് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുക, സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ ടു നെക്സ്റ്റ് ബ്രേക്ക് പോയിന്റ്. ഇതല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ഈ സംഭവം ഗ്രീൻ കളറിൽ നമ്മൾ ആക്കുന്നത് വരെ ഈ ഒരു ഇൻഡു സിമ്പിൾ, ഇവിടെ ഈ ലോഡിങ് സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി ലോഡ് ആവത്തുള്ളൂ.
ഓക്കെ, ഞാനത് നിങ്ങൾക്ക് രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് ലൈക്ക് രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഫോർവേഡ് ടു നെക്സ്റ്റ് റിക്വസ്റ്റ് അത് കൊടുക്കുന്ന ടൈമിലും ഇവിടെ ലോഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്, വേറെ ചേഞ്ച് ഒന്നും വന്നില്ല. അതേസമയം ഞാൻ ഇവിടെ ഈ ഒരു സംഭവം ഗ്രീൻ കളർ ആക്കുകയാണ്. സോ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ലോഡായി കംപ്ലീറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോഡായി കംപ്ലീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓരോ റിക്വസ്റ്റും നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മോഡിഫൈ ചെയ്യാനും ഒക്കെ പോസിബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലോഗിൻ റിക്വസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണോ, അതിന് പോസിബിൾ ആണ്. അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോഡിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാനൊക്കെ ഇതിന് പോസിബിൾ ആണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ URL മാത്രം വരുമ്പോൾ മാത്രം നമുക്ക് ഈ ഒരു ടൂൾ ഇൻ്റർസെപ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ബോഡിക്കകത്ത് പെർട്ടിക്കുലർ ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ടൂള് ഇൻ്റർസെപ്റ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനായിട്ട് നമുക്ക് എന്ത് റിക്വസ്റ്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ലോഗിൻ റിക്വസ്റ്റ് ആണ്. സോ ഞാനിവിടെ യൂസർ ലോഗിൻ, ഓക്കെ. സോ ഇവിടെ /user/login എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു എൻ പോയിന്റ് നമ്മുടെ ഈ ഒരു URL അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ ഒരു റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്താൽ മതി. ഞാൻ ആ ഒരു ഇതിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ബ്രേക്ക് പോയിന്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് URL കാണാം. അതുപോലെ തന്നെ റിക്വസ്റ്റ് ഹെഡർ, എന്തെങ്കിലും ഒരു ഹെഡർ, ഇവിടെ റിക്വസ്റ്റ് ഹെഡർ എന്ന് പറയുമ്പോൾ ഇവിടെ യൂസർ ഏജന്റ്, അതുപോലെ തന്നെ ഇവിടെ കുക്കീസ് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു കാര്യമാണ് ഇവിടെ റിക്വസ്റ്റ് ഹെഡർ. അതുപോലെ തന്നെ റിക്വസ്റ്റ് ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇമെയിൽ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ബോഡിയാണ്. അതുപോലെ തന്നെ പാസ്വേഡ് കിടക്കുന്നത് റിക്വസ്റ്റ് ബോഡിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ക്യാപ്ചർ ചെയ്താൽ മതി. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ URL ഫസ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം മാച്ച് റെജക്ട്സ്, ഇത് വേറെ ഒന്നും കൊടുക്കണ്ട, റെജക്ട്സ് തന്നെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു /user/login എന്ന് പറയുന്ന ഈ ഒരു റിക്വസ്റ്റ് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഒരു റിക്വസ്റ്റ് നമ്മുടെ URL എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിക്വസ്റ്റ് മാത്രം ക്യാപ്ചർ ചെയ്യണം. ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ സേവ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം, ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് കണ്ടോ, ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ആ ബ്രേക്കിംഗ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സൈഡ് ബൈ സൈഡ് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഞാനിവിടെ സൈഡ് ബൈ സൈഡ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ സൈഡ് ബൈ സൈഡ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് റിക്വസ്റ്റ് കൊടുത്താലും ഇവിടെ അത് ക്യാപ്ചർ ആവില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് സെക്ഷനിൽ പോകുന്നു അല്ലെങ്കിൽ ബാസ്ക്കറ്റിൽ പോകുന്നു, ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ഓപ്ഷൻ ചെയ്താലും ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുന്നു, അപ്പോഴൊന്നും ഇത് ക്യാപ്ചർ ആവുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ജസ്റ്റ് ലോഗൗട്ട് കൊടുക്കുന്നു. ഓക്കെ, ലോഗൗട്ട് കൊടുത്തപ്പോഴും ആ റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആയിട്ടില്ല. ഇനി ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് അക്കൗണ്ട് ലോഗിൻ കൊടുക്കുന്നു. ഓക്കെ, സോ ലോഗിൻ കൊടുത്തിട്ട് ഞാനിവിടെ ആ ഒരു ഇമെയിൽ ID കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, പാസ്വേഡ് കൊടുക്കുന്നു, ജസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ /user/login വന്നിരിക്കുന്ന ആ ഒരു റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആയിരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ വന്നിട്ട് ഈ ഒരു ഫോർവേഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു സബ്മിറ്റ് ആൻഡ് സ്റ്റെപ്പ് ടു നെക്സ്റ്റ് റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ ടു നെക്സ്റ്റ് ബ്രേക്കിംഗ് പോയിന്റ് കൊടുക്കുക. ഇത് കൊടുക്കുന്നത് വരെ ഈ ഒരു റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആയിക്കൊണ്ടിരിക്കും. ഇത് ഏതെങ്കിലും ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു റിക്വസ്റ്റ് ക്യാപ്ചർ ആവുന്നത് സ്റ്റോപ്പ് ആവത്തുള്ളൂ. കണ്ടോ, സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ എഡിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ URL മാറ്റി റിക്വസ്റ്റ് ബോഡി കൊടുക്കുന്നു. എനിക്ക് ഈ റിക്വസ്റ്റ് ബോഡിക്കകത്ത് ഇമെയിൽ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റുകളെല്ലാം ക്യാപ്ചർ ചെയ്യണം. സോ ഞാൻ ജസ്റ്റ് സേവ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ വീണ്ടും ഞാൻ ഇവിടെ ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാണ്. ഇവിടെ അക്കൗണ്ട് പോകുന്നു. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല, ഇവിടെ ഒന്നും ക്യാപ്ചർ ആയിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് ജസ്റ്റ് ലോഗ് ഔട്ട് കൊടുക്കുന്നു, ബാക്ക് കൊടുക്കുന്നു. ഓക്കെ, സോ അതിനുശേഷം ഞാനിവിടെ ലോഗ് ഔട്ട് കൊടുക്കുന്നു. ഞാനിവിടെ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കൗണ്ട് കൊടുക്കുന്നു, ലോഗിൻ കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമെയിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ആ റിക്വസ്റ്റ് ക്യാപ്ചർ ആവോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഞാനിവിടെ ആ ഒരു ഇമെയിൽ കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഞാനിവിടെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ന്യൂ പാസ്വേഡ് ആൻഡ് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇവിടെ ചേഞ്ച് കൊടുക്കുന്നു. ഇപ്പം കണ്ടോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് ക്യാപ്ചർ ആയിരുന്നു. കാര്യം എന്താണ്, നമ്മുടെ ഈ ഒരു റിക്വസ്റ്റ് ബോഡിക്കകത്ത് നമ്മുടെ ഇമെയിൽ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റിക്വസ്റ്റ് ക്യാപ്ചർ ആയത്. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുന്നു. ആൻഡ് കണ്ടോ, അത് നോക്കിക്കഴിഞ്ഞാൽ യുവർ പാസ്വേഡ് സക്സസ്ഫുള്ളി ചേഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബ്രേക്കിംഗ് പോയിന്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് വരുന്ന ആ ഒരു റിക്വസ്റ്റുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പെർട്ടിക്കുലർ പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ URL എൻഡ് പോയിന്റ്സോ ഒക്കെ ഉള്ള റിക്വസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സാപ്പ് എന്ന് പറയുന്ന ടൂളിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു എന്തെങ്കിലും ഒരു ഐഡോർ അങ്ങനത്തെ വൾണറബിലിറ്റി ഒക്കെ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എക്സസൈസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഓപ്ഷനാണ് ഒരു പെർട്ടിക്കുലർ ഈ ഒരു ബ്രേക്കിംഗ് പോയിന്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. ഇനി നമുക്ക് ഈ ഒരു സാപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്കാനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു സാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓട്ടോമാറ്റഡ് സ്കാനും അതുപോലെ തന്നെ മാനുവൽ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ. ഓക്കെ, ഇതിൽ ഓട്ടോമാറ്റഡ് സ്കാൻ എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് തരും. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് മാനുവൽ എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നോക്കാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ബ്രൗസറും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് മാനുവലി നമ്മൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഓരോ ഫംഗ്ഷനാലിറ്റി ആയിട്ട് ഗോ ത്രൂ ചെയ്തിട്ട് നമുക്ക് ആ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യേണ്ടി വരും. എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ സാപ്പ് ഇവിടെ ഈ ഒരു ഫോക്സി പ്രോക്സി ഒന്നും ഓൺ ചെയ്യുന്നില്ല. ഈ ഒരു മാനുവൽ എക്സ്പ്ലോറിൽ ഇവിടെ നമുക്ക് ഏത് വെബ്സൈറ്റ് ആണോ വേണ്ടത്, ഞാനിപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തു. നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ആണോ ആ ഒരു ലിങ്ക് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഏത് ബ്രൗസറാണ് വേണ്ടത്, ക്രോം ആണോ ഫയർഫോക്സ് ആണോ, ഞാനിവിടെ ഫയർഫോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഇവിടെ ലോഞ്ച് ബ്രൗസർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ബ്രൗസറിൻ്റെ അകത്ത് ഫയർഫോക്സിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. എന്നിട്ട് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ ഇവിടെ ക്യാപ്ചർ ആവും. ബട്ട് നമുക്ക് കൂടുതലായിട്ട് മാനുവലി ഓരോ ഫംഗ്ഷനാലിറ്റി ആയിട്ട് ക്ലിക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കലി സ്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ റൺ ആവുകയൊക്കെ ചെയ്യും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ വെബ്സൈറ്റ് കൊടുക്കുക, അതിനുശേഷം ജസ്റ്റ് ഇവിടെ ലോഞ്ച് ബ്രൗസർ കൊടുക്കുക. നിങ്ങൾ ഇപ്പോൾ ഇവിടെ എൻ്റെ ഓൾറെഡി ഒരു ബ്രൗസർ ഓപ്പൺ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സാപ്പ് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുതിയൊരു ബ്രൗസർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് കളർ കാണാം. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു പ്രോക്സി തന്നെ നമ്മുടെ സാപ്പ് തന്നെ ഓപ്പൺ ചെയ്ത ബ്രൗസറാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ടോട്ടൽ 62 റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ ഈ ഒരു ബ്രൗസറിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റ് നേരത്തെ പോലെ തന്നെ ഞാൻ ചെയ്യുകയാണ്. ജസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു, എന്തെങ്കിലും കൊടുക്കുന്നു, ജസ്റ്റ് ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിക്വസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ക്യാപ്ചർ ആവുന്നില്ല. അതേസമയം ഞാൻ ഈ ഒരു സാപ്പ് ഓപ്പൺ ചെയ്ത റിക്വസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് ഡിസ്മിസ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ റിക്വസ്റ്റിൻ്റെ എണ്ണം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ആ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ക്യാപ്ചർ ആവുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ഫോർഗോട്ട് ഓപ്ഷനുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ക്യാപ്ചർ ആയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ അലേർട്ട്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാപ്ചർ ആയിരിക്കുന്നതിൽ ആ റിക്വസ്റ്റിൽ എന്തൊക്കെ വൾണറബിലിറ്റി ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തിട്ട് ഇവിടെ അലേർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാനുവൽ എക്സ്പ്ലോറേഷൻ ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ മാനുവൽ എക്സ്പ്ലോറേഷൻ ചെയ്യുമ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇവിടെ കൂടെ ഇരുന്ന് ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യണം. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാത്തും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക്
ഈ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനും അതുപോലെ സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ മാനുവൽ എക്സ്പ്ലോറിൽ നോക്കിയപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഒരു URL ത്രൂ നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് പാരാമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനാലിറ്റി ആയിട്ട് കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ വരുന്ന ആ ഒരു URLസും പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ആയിട്ട് കാണിക്കും. അതേസമയം നമുക്ക് ഈ ഒരു സെയിം കാര്യം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് സ്പൈഡർ എന്ന് പറയുന്നത്. സോ അതിന് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആർട്ട് സെക്ഷൻ ഒരു പ്ലസ് ബട്ടൺ കാണാം. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൂൾസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പൈഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ന്യൂ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഏത് URL ആണോ സ്കാൻ ചെയ്യേണ്ടത് അത് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൊടുക്കുക. സോ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ഒരു URL കൊടുത്തു. ബാക്കിയെല്ലാം ഡിഫോൾട്ട് ആയിട്ട് തന്നെ വിടുക. അതിനുശേഷം ജസ്റ്റ് സ്റ്റാർട്ട് സ്കാൻ കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ റിസൾട്ട് ഓരോന്നായിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് കറൻ്റ്ലി എത്ര സ്കാൻ റൺ ആവുന്നു, എത്ര URL ഫൈൻഡ് ചെയ്തു, എത്ര നോട്ട്സ് ഫൈൻഡ് ചെയ്തു, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈൻഡ് ചെയ്ത URLs എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ ഇവിടെ നോട്ട്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഫൈൻഡ് ചെയ്തിരിക്കുന്ന നോട്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ മെസ്സേജസിൽ നോക്കിക്കഴിഞ്ഞാൽ മെസ്സേജസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ നിന്ന് അലേർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അലേർട്സും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഫൈൻഡ് ചെയ്തിരിക്കുന്ന URLസും പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു URL കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു URL സോഴ്സ് കോഡും അതൊക്കെ നോക്കിയതിന് ശേഷം എന്തെങ്കിലും പുതിയ URL ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു URL പോകും. അതിനുശേഷം അവിടെ നിന്ന് എന്തെങ്കിലും പുതിയ ഫൈൻഡ് ചെയ്യുന്നെങ്കിൽ അവിടെ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്രോൾ ചെയ്ത് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള URLസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സ്പൈഡർ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ സ്കാൻ വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇവിടെ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആ ഒരു പുതിയൊരു സ്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പൈഡർ ടൂൾ റിലേറ്റഡ് ചെയ്തുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോസിബിൾ ആണ്. അതൊക്കെ അഡ്വാൻസ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി എന്തിനാണ് ഈ ഒരു സ്പൈഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. നമ്മൾ മാനുവലി ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ നമ്മൾ മാനുവലി എക്സ്പ്ലോർ ചെയ്തത് നമ്മൾ ഓരോ ബ്രൗസറായിട്ടോ ഓരോ ഓപ്ഷനായിട്ടോ ക്ലിക്ക് ചെയ്ത് പോകുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ള കാര്യമാണ് ഈ ഒരു സ്പൈഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ബേസിക്കലി ഇത് ആദ്യം പറയേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് ഇതിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മിഡിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുകയാണ്. ഞാൻ അതിനായിട്ട് ജസ്റ്റ് സാപ്പ് ഓൺ ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് കുറച്ച് റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഓരോ വെബ്സൈറ്റിൽ ജസ്റ്റ് പോകുന്നു. ഓക്കെ, എന്നിട്ട് കുറച്ച് റിക്വസ്റ്റ് എനിക്കിവിടെ ആവശ്യമുണ്ട്. സോ ജസ്റ്റ് ഞാൻ കുറച്ച് വെബ്സൈറ്റിൽ പോയതിന് ശേഷം ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യുകയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റ് ഇവിടെ ലോഡ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഞാനിത് ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഞാനിതിവിടെ സാപ്പ് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ തന്നെ നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ഏതാണ്? ഈ ഒരു ഒവാസ് ജൂ ഷോപ്പിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് ആണ്. സോ നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യണം. ഇതാണ് നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ്. ഇതിന് ശേഷം വന്നിരിക്കുന്ന എല്ലാം അൺവാണ്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ടെസ്റ്റിങ്ങിൻ്റെ പർപ്പസിന് ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു വെബ്സൈറ്റ് മാത്രമായിട്ട് നമുക്ക് സ്കോപ്പിൽ ആഡ് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ സ്കോപ്പിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ആ ഒരു വെബ്സൈറ്റ് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഫയൽസിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ സെഷൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞ് കാണാം. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടോ, ജസ്റ്റ് അതിൽ ഈ ഒരു ഡിഫാൾട്ട് കോണ്ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് ഇത് ടിക്ക് ചെയ്തിട്ടേക്കുക. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഷോ ഓൺലി URL ഇൻ സ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഒരു ചെറിയൊരു റൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല. നിങ്ങൾ മാക്സിമം ഒരു 180p കാണാൻ നോക്കാം.
ഓക്കെ, ഇവിടെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടോ ബാക്കി ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പോയിരിക്കുന്നതുണ്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റ്സ് ഒന്നും കാണാൻ പറ്റില്ല, കാര്യം നമ്മൾ സ്കോപ്പിലൊന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ഒരു സൈറ്റ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ഇൻ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻക്ലൂഡ് സൈറ്റ് ഇൻ കോൺടാക്ട്സ്, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇൻക്ലൂഡ് ഇൻ കോൺടാക്ട്സ് കൊടുക്കുക, അതിനുശേഷം ഡിഫാൾട്ട് കോൺടാക്ട്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിഫാൾട്ട് കോൺടാക്ട്സ് ഇൻസ്കോപ്പിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ഇൻ കോൺടാക്ട്സ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന ടൈമിൽ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ ഈ ഒരു സ്കോപ്പിൻ്റെ അകത്ത് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈറ്റ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടണിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ബാക്കിയുള്ള വെബ്സൈറ്റ്സ് എല്ലാം പോയി. ഇപ്പം നമ്മുടെ ഈ ഒരു സ്കോപ്പിൻ്റെ അകത്തുള്ള വെബ്സൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു നമ്മുടെ വേണ്ട വെബ്സൈറ്റ് മാത്രം സ്കോപ്പിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഓപ്ഷൻ, സോ ഞാനിപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്കോപ്പിൽ നിന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഫയൽ സെഷൻ പ്രോപ്പർട്ടി പോവുക. ഇവിടെ ഇൻക്ലൂഡ് ഇൻ കോൺടാക്ട്സ് നേരത്തെ പറഞ്ഞ ആ ഒരു സെക്ഷനിൽ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് കാണാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ റിമൂവ് കൊടുത്താൽ മതി, നിങ്ങൾക്കിത് റിമൂവ് ആവും. ഓക്കെ, സോ ഞാനിപ്പോൾ റിമൂവ് ചെയ്യുന്നില്ല, കാര്യം നിങ്ങൾക്ക് ഓരോ ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഇത് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടെ കുറച്ച് മോഡ്സുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ സ്റ്റാൻഡേർഡ് മോഡ്, സേഫ് മോഡ്, പ്രൊട്ടക്റ്റഡ് മോഡ്, അതുപോലെ തന്നെ അറ്റാക്ക് മോഡ്. ഇങ്ങനെ കുറച്ച് മോഡ്സ് ഉണ്ട്. സോ ഞാൻ ഈ സ്കോപ്പ് മാത്രമായിട്ട് ഇടാൻ പോവുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ ഓരോ മോഡായിട്ട് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് തന്നെ സേഫ് മോഡ് ക്ലിക്ക് ചെയ്യുന്നു. സേഫ് മോഡ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് റൺ ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ വർക്കാവൂ. ഈ ഒരു സാപ്പ് ഓട്ടോമാറ്റിക്കലി പേലോഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തരത്തിലുള്ള ടെസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അതിൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്റ്റാൻഡേർഡ് ഇടുകയാണ്. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അറ്റാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷനും ഇവിടെ എനേബിൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഞാൻ ഈ ഒരു മോഡ് ചേഞ്ച് ചെയ്തിട്ട് സേഫ് മോഡ് ആക്കിയാണ്. സേഫ് മോഡ് ആക്കിയിട്ട് ഇനി ഞാൻ ഈ ഒരു അറ്റാക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു തരത്തിലുള്ള അറ്റാക്കും ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി ഡിസേബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സേഫ് മോഡ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് മോഡാണ്. ഈ ഒരു പ്രൊട്ടക്റ്റഡ് മോഡ് എന്ന് പറയുന്ന ടൈമിൽ നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അറ്റാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്കോപ്പിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വെബ്സൈറ്റിനെ എല്ലാം നമുക്ക് ഈ ഒരു അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം സ്കോപ്പിൻ്റെ പുറത്തുള്ള ഒരു വെബ്സൈറ്റിലും ഈ ഒരു ഓട്ടോമേറ്റഡ് ടെസ്റ്റ് റൺ ആവത്തില്ല. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇത് സ്കോപ്പിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾ അറ്റാക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം എനേബിൾ ആയിട്ടുണ്ട്. അതേസമയം ഞാൻ ഇപ്പോൾ സ്കോപ്പിൽ നിന്നുള്ള ഔട്ട് ഓഫ് സ്കോപ്പ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് സെലക്ട് ചെയ്യണം. സോ എക്സാമ്പിൾ ഈ ഒരു വെബ്സൈറ്റ് ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു വെബ്സൈറ്റിലും ഈ ഒരു ഓപ്ഷൻസ് ഒന്നും എനേബിൾ ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി ഡിസേബിൾ ആയിരിക്കും. സോ ഇതാണ് ഈ ഒരു സേഫ് മോഡിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഉള്ളതാണ് സ്റ്റാൻഡേർഡ് മോഡ്. ഡിഫോൾട്ടായിട്ട് സ്റ്റാൻഡേർഡ് മോഡ് ആയിരിക്കും കിടക്കുന്നത്. അത് നോർമലി ഉള്ളതുപോലെ തന്നെയാണ് ഈ ഒരു നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഈ ഒരു ഇതിൽ നോർമലി ഉള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എല്ലാ വെബ്സൈറ്റിലും. പിന്നെ ഉള്ളതാണ് ഈ ഒരു അറ്റാക്ക് മോഡ്. അറ്റാക്ക് മോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ റീസ്കാൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അറ്റാക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മോഡാണ്. ഓക്കെ, സോ ഞാൻ ഇത് നോക്കുന്നില്ല. ഓക്കെ, അത് കുറച്ചുകൂടെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മോഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ചുമ്മാ ഈ ഒരു പേലോഡ്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അവർ ഫൈൻഡ് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ ചെയ്തുകൊണ്ടിരിക്കും, അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോ ബേസിക്കലി ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു മോഡ്സും അതുപോലെ തന്നെ സ്കോപ്പിൽ ആഡാക്കാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് സ്കോപ്പ് മാത്രമല്ല ഉള്ളത്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് പ്രോക്സിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പൈഡറിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സ്കാനറിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ക്ലൂഡ് കോൺടാക്ട്സ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി നമ്മുടെ ഈ ഒരു സൈറ്റ് ഇത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡയറക്റ്റ് എക്സ്ക്ലൂഡ് കോൺടാക്ട്സ് കൊടുത്താൽ മതി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ റിക്വസ്റ്റഡ് ടാബ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിക്വസ്റ്റും അതുപോലെ തന്നെ റെസ്പോൺസും കാണാൻ വേണ്ടി പറ്റും. സോ ഇത് മുന്നോട്ട് പോകുമ്പോൾ കവർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഉള്ളതാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു URL കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ URLs എല്ലാം നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. സോ ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സാപ്പിൻ്റെ അകത്തുള്ള സെഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഞാൻ നമ്മളെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു സാപ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ./SAP എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഒരു പോപ്പപ്പ് വരുമായിരുന്നു. അതെന്താണെന്നുള്ള കാര്യം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലൊരു പോപ്പപ്പ് വരുന്നുണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഈ ഒരു റിമെമ്പർ മൈ ചോയ്സ് ആൻഡ് ഡു നോട്ട് ആസ്ക് മീ അഗെയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിൻ്റെ അകത്ത് ടൂൾസിൻ്റെ അകത്ത് ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റാബേസ് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പ്രോംപ്റ്റ് ഫോർ പെർസിസ്റ്റന്റ് ഓപ്ഷൻ ഓൺ ന്യൂ സെഷൻ. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ കേസ് ഡിസേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോപ്പപ്പ് വീണ്ടും വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം പോപ്പപ്പ് വരും. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഒരു സെഷൻ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങും സേവ് ആവത്തില്ല. അതേസമയം നമ്മൾ ഈ ഒരു സെഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ പോപ്പപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫയൽ അല്ലെങ്കിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന സാധനം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് യെസ് ഐ വാണ്ട് ടു പെർസിസ്റ്റ് ദിസ് സെഷൻ വിത്ത് നെയിം ബേസ്ഡ് ഓൺ ദി കറണ്ട് ടൈം സ്റ്റാമ്പ്. നിങ്ങൾ ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്നിട്ട് സ്റ്റാർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉള്ള ഈ ഒരു സാപ്പിൻ്റെ അകത്ത് ഈ ഒരു സെഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ട്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഹോം ഫോൾഡറിൽ പോവുക, cd/home, അതിനുശേഷം യൂസറിൽ പോവുക. ഇവിടെ നിങ്ങൾ ls -la അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ .sap എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കയറുക, cd.sap എന്ന് പറഞ്ഞ ഈ ഒരു ഫോൾഡർ കയറുക. ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോൾഡേഴ്സ് കാണാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണാം. സോ cd സെഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോർ ആയിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ഒരു സെഷൻസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫയലിൽ പോവുക, അതിനുശേഷം ഓപ്പൺ സെഷൻ കണ്ടോ, ഇതിൻ്റെ അകത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിൽ പോകും, ഹോം നിങ്ങളുടെ ഫോൾഡറിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് .sap എന്ന് പറയുന്ന ഫോൾഡർ കാണാം. ഇതിൻ്റെ അകത്ത് സെഷൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ കാണാം. ഇതിൽ നിങ്ങൾക്ക് ഏത് സെഷൻ ആണോ വേണ്ടത് ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സെഷൻസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നിങ്ങളിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ തന്നെ ഒരു ഫോൾഡറിൽ സേവ് ആവുകയാണല്ലോ ചെയ്യുന്നത്. നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ നമുക്ക് ഈ ഒരു ഡേറ്റാസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. സോ ഞാനിവിടെ ഡൗൺലോഡ്സ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സെലക്ട് ചെയ്യുകയാണ്. എനിക്കിത് ടെസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സേവ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആ ഒരു സെഷൻ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് എല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് കാണാം. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് ക്യാപ്ചർ ചെയ്യുക. സോ ഞാനിവിടെ എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ക്യാപ്ചർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ് ഇനി. ഓക്കെ, സോ ഞാൻ ബബ്സ്യൂട്ട് ക്ലോസ് ചെയ്യുന്നു, ഫോക്സി പ്രോസി ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു സാപ്പും ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സെഷൻ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ടോട്ടൽ 3 ഫയൽസ് ജനറേറ്റ് ആയിരിക്കുന്നത്. ഇനി ഞാൻ വീണ്ടും സാപ്പ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നേരത്തെ പോലെ തന്നെ യെസ് കൊടുക്കുന്നില്ല, ഞാൻ ലാസ്റ്റ് ഓപ്ഷനാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യമേ കൊടുത്ത കണക്കത്തെ നോ ഐ ഡോണ്ട് വാണ്ട് ടു പെർസിസ്റ്റ് ദി സെഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സെഷൻ സേവ് ചെയ്യേണ്ട എന്നുള്ള മീനിങ് ആണ്. സോ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഫയല് ഓപ്പൺ സെഷൻ കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ടെസ്റ്റ് സെഷൻ. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക.
ദാറ്റ്സ് ഇറ്റ്. നമ്മൾ നേരത്തെ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന സെഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഈ ഒരു സെഷൻ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ, ഇനി നിങ്ങൾ പുതിയതായിട്ടൊരു സെഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലൊന്നും കൊടുക്കുന്നില്ല. നിങ്ങളിപ്പോൾ ടെമ്പററി ആയിട്ട് നിങ്ങൾ സാപ്പ് ഓപ്പൺ ചെയ്തു, നിങ്ങൾ നോ ഐ ഡോണ്ട് വാണ്ട് പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കൊടുത്തത്. ബട്ട് നിങ്ങൾ ഈ ഒരു റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റ് സേവ് ചെയ്യണമെന്ന് തോന്നി. നിങ്ങളിങ്ങനെ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ ആദ്യമേ നോ കൊടുത്തുകൊണ്ട് ഇത് സേവ് ആവത്തില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഫയലിൽ പോവുക, അതിനുശേഷം ഇവിടെ പെർസിസ്റ്റ് സെഷൻ എന്ന് പറഞ്ഞ് കാണാം. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ഇൻ കേസ് നിങ്ങളൊരു പെർസിസ്റ്റൻറ്റ് സെഷൻ സേവ് ചെയ്തിട്ടുള്ളൊരു സാപ്പാണ് നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫയൽ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇനി ഈ ഒരു റിക്വസ്റ്റ് വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റോ കാര്യങ്ങളോ ഒന്നും സേവ് ആവണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫയൽസിൽ തന്നെ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് 2 ഓപ്ഷൻ കാണാം. ഒന്നെന്ന് പറയുന്നത് എക്സിറ്റ് ആൻഡ് ഡിലീറ്റ് സെഷനും എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആയിട്ട് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ എക്സിറ്റ് ആൻഡ് ഡിലീറ്റ് സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു സെഷൻസ് ഒന്നും നിങ്ങൾക്ക് സേവ് ആവത്തില്ല, കംപ്ലീറ്റ്ലി ആ ഒരു സെഷൻ ഡിലീറ്റ് ആകും. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ സേവ് ചെയ്തിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് സേവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ആവാനും പറ്റും. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഓപ്ഷനാണ്, സാപ്പിലുള്ള ഒരു ഓപ്ഷനാണ് റിപ്പീറ്റർ എഡിറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിനായിട്ട് ഞാൻ ജസ്റ്റ് നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സെഷൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വെബ്സൈറ്റിൻ്റെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പം ഞാൻ ഒരു പോസ്റ്റ് റിക്വസ്റ്റാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്കിവിടെ ഒരു വണ്ണബിലിറ്റി ടെസ്റ്റ് ചെയ്യണം, എനിക്കൊരു ഐഡോർ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്പൺ ഇൻ റിക്വസ്റ്റർ ടാബ്, അല്ലെങ്കിൽ ഓപ്പൺ ഓർ റീസെൻറ്റ് വിത്ത് റിക്വസ്റ്റർ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബർപ്സ്യൂഡിൽ റിപ്പീറ്റർ ടാബില്ലേ അതുപോലത്തെ ഒരു ഓപ്ഷനാണ് ഈ ഒരു റിപ്പീറ്റർ എഡിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു റിക്വസ്റ്റ് ഓപ്പൺ ഇൻ റിക്വസ്റ്റ് ടാബ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു റിക്വസ്റ്റ് ഇവിടെ ക്യാപ്ചർ ആയിരിക്കും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ റെസ്പോൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, എന്ത് റെസ്പോൺസാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു റിക്വസ്റ്റ് ബോഡിയാണ്, റിക്വസ്റ്റ് ഹെഡേഴ്സ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് ബോഡിയാണ് കാണിക്കുന്നത്. ഇത് റെസ്പോൺസും ഇത് റെസ്പോൺസ് ബോഡിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മെത്തേഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് റിക്വസ്റ്റിനെ ഗെറ്റ് ആക്കണമെങ്കിലോ ഡിലീറ്റ് മെത്തേഡ് ആക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹെഡർ ടെക്സ്റ്റ്, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ടെക്സ്റ്റ് ആണോ എക്സ് ആയിട്ട് വേണോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ബോഡിയും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു ബോഡി നിങ്ങൾക്ക് ഹെക്സ് ആയിട്ട് വേണോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ടേബിൾ ആയിട്ട് വേണോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ഇപ്പോൾ ടെക്സ്റ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ അല്ലാതെ നിങ്ങൾക്ക് വ്യൂസ്, സ്പ്ലിറ്റ് ഡിസ്പ്ലേ, ഹെഡേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വ്യൂസിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഫോളോ റീഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ണബിലിറ്റിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റിക്വസ്റ്റിലെ ബോഡിയിൽ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു നോക്കണം, അല്ലെങ്കിൽ ഹെഡേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് നോക്കണം എന്ത് റെസ്പോൺസാണ് വരുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു റിക്വസ്റ്റിൽ നിന്ന് തന്നെ ഇപ്പോൾ ഞാൻ 40 മാറ്റിയിട്ട് 41 ആക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്യാം. അതിൻ്റെ റെസ്പോൺസ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് റെസ്പോൺസ് വന്നിരിക്കുന്നത് കണ്ടോ. നേരത്തെ 200 ഓക്കെ ആയിരുന്നു, അതിപ്പോൾ മാറിയിട്ട് ഇപ്പോൾ 400 ബാഡ് റിക്വസ്റ്റും അതുപോലെ തന്നെ ആ ഒരു എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് എറർ മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങളിവിടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് അയച്ച റിക്വസ്റ്റ് എല്ലാം ഇവിടെ മാനുവൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമ്മൾ മാനുവൽ റിക്വസ്റ്റ് ആയിട്ട് അയച്ചിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ ഇവിടെ പ്രോക്സി ത്രൂ അയച്ചിട്ടുള്ള റിക്വസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്പൺ റിക്വസ്റ്റ് എഡിറ്റർ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ടോപ്പിൽ വന്നത് ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വിൻഡോ ആയിട്ട് പോപ്പ് ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഇവിടെ ഓൾറെഡി പോയ റിക്വസ്റ്റ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാര്യം ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റിക്വസ്റ്റ് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ റെസ്പോൺസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെസ്പോൺസ് കാണാൻ വേണ്ടി പറ്റും.
വലിയ ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് വർക്ക് ആവുന്നത്. സോ നമ്മൾ സാപ്പിൻ്റെ ഓൾമോസ്റ്റ് നിങ്ങൾ ആസ് എ ബിഗിനർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഓപ്ഷൻസും നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ പെൻഡിങ് ആയിട്ടുള്ള ഒന്നത് ഓട്ടോമാറ്റിക് സ്കാൻ ആണ്. നിങ്ങൾക്കൊരു ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്ത് വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമേറ്റഡ് സ്കാൻ എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ്, നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് ആണോ വേണ്ടത് ആ ഒരു വെബ്സൈറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എനേബിൾ ആണ്. സോ നിങ്ങളുടെ വെബ്സൈറ്റ് ഇവിടെ കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇവിടെ അറ്റാക്ക് എന്ന് പറഞ്ഞ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു എൻ്റയർ സൈറ്റ് ഈ ഒരു സ്പൈഡർ ചെയ്യും. ഈ ഒരു സാപ്പ് സ്പൈഡർ ചെയ്തിട്ട് ഇതിൻ്റെ URLസും കാര്യങ്ങളൊക്കെ ഗ്യാദർ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ അറ്റാക്ക് സെലക്ട് ചെയ്താൽ മതി. അറ്റാക്ക് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്പൈഡർ ആണ് ഇവിടെ ഫസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ജസ്റ്റ് സ്റ്റോപ്പ് കൊടുത്താൽ മതി. സ്റ്റോപ്പ് അറ്റാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പൈഡർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കറൻ്റ്ലി 1 സ്കാൻ റണ്ണിങ് ആണ്. URL 112 URL ഫൈൻഡ് ചെയ്തു, 72 നോഡ് ഫൈൻഡ് ചെയ്തു. സോ സ്പൈഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത ഒരു സ്പൈഡർ നമ്മൾ ഇവിടെ റെഗുലർ സ്പൈഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ മാനുവൽ എക്സ്പ്ലോർ ഉണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ ത്രൂ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഈ ഒരു സ്പൈഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇവിടെ അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ആക്റ്റീവ് സ്കാനിങ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടാബ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ബോട്ടം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അലേർട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എത്ര വൾണറബിലിറ്റീസ് ഫൈൻഡ് ചെയ്തു ആ ഒരു അലേർട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു സ്കാനിങ്ങിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കറൻ്റ്ലി എത്ര സ്കാനാണ് റൺ ചെയ്യുന്നത്, എത്ര റിക്വസ്റ്റ് പോയിട്ടുണ്ട്, എന്തെങ്കിലും അലേർട്ട്സ് വന്നിട്ടുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇത് എൻ്റയർലി ഈ ഒരു ആക്റ്റീവ് സ്കാൻ കംപ്ലീറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിപ്പോൾ കറൻ്റ്ലി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിക്വസ്റ്റ് ആ ഒരു വെബ്സൈറ്റിലോട്ട് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ ടോട്ടൽ 3000 സംതിങ് റിക്വസ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ എത്ര അലേർട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയില്ല, 40% ആയിട്ടേ ഉള്ളൂ. ഇവിടെ തന്നെ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ ബോട്ടം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് കളർ കിടക്കുന്ന ഹൈ സിവിയാരിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സിവിയാരിറ്റി വൾണറബിലിറ്റി ആണ്. അത് 1 ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 5 മീഡിയം സിവിയാരിറ്റി, 4 ലോ സിവിയാരിറ്റി ആൻഡ് 3 ഇൻഫോർമേഷൻ ബഗ്ഗാണ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഇവിടെ അലേർട്ട്സ് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫൈൻഡ് ചെയ്തിരിക്കുന്ന വൾണറബിലിറ്റി എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹൈ സിവിയാരിറ്റി SQL ഇഞ്ചക്ഷൻ വൾണറബിലിറ്റിയാണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്നിട്ട് ഇത് എവിടെയാണ് ഫൈൻഡ് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. എവിടെയാണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് പേലോഡ് ഇട്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഇത് എവിടെയാണ് റിഫ്ലക്റ്റ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു സ്കാനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബേസിക്കായുള്ള മീഡിയം സിവിയാരിറ്റി വൾണറബിലിറ്റി അതെന്താണ് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെയാണ് ഫൈൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു URLs നിങ്ങൾക്ക് കാണാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് മെയിൻ തിങ് നിങ്ങൾക്ക് പെർമിഷൻ ഉള്ള വെബ്സൈറ്റിൽ മാത്രം ഈ ഒരു ടൂള് റൺ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ഒരു ടൂള് റൺ ചെയ്തിട്ട് എന്ത് ഇഷ്യൂ, ആ ഒരു വെബ്സൈറ്റ് ഡൗൺ ആവുകയോ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരുന്ന ഞാൻ ഇതിനൊരു ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ ലീഗലി പെർമിഷൻ ഉള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ ഈ ഒരു പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. മെയിൻലി നിങ്ങളൊരു ജോബിൽ കയറുമ്പോൾ അവിടെ നിങ്ങൾ പിൻട്രസ്റ്റ് ചെയ്യുന്ന ടൈമിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ലാത്തൊരു വെബ്സൈറ്റിൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൈറ്റിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ പാരാമീറ്റർ മാത്രം നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ അറ്റാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആക്റ്റീവ് സ്കാൻ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ജസ്റ്റ് എന്തെങ്കിലും ഇവിടെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഡിഫാൾട്ട് സ്കാൻ ആണോ, അതുപോലെ തന്നെ
API ആണോ ആ ഒരു പോളിസിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ഇവിടെ ഡയറക്റ്റ് ഇവിടെ സ്റ്റാർട്ട് സ്കാൻ ഇവിടെ കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഇവിടെ നേരത്തെ പോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ നമ്മൾ സെലക്ട് ചെയ്തതിൽ മാത്രം നിങ്ങൾക്ക് RT സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങളിപ്പോൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു URL ഉള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് URL പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഏതാണോ സ്കാൻ ചെയ്യേണ്ട ആ ഒരു URL ജസ്റ്റ് അവിടെ റൈറ്റ് ക്ലിക്ക് അടിക്കുക. നേരത്തെ പോലെ തന്നെ ഇവിടെ അറ്റാക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഷോ ഇൻ സൈഡ് ടാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു URL അവിടെ വരുന്ന കാണാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് അറ്റാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ആക്റ്റീവ് സ്കാൻ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ URL മാത്രമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആക്റ്റീവ് ഓട്ടോമേറ്റഡ് സ്കാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് വൾണറബിലിറ്റീസ് ഒക്കെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അറ്റ് എ ടൈം നിങ്ങൾ ഒരുപാട് സ്കാൻ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്റ്റീവ് സ്കാൻ എന്ന് പറഞ്ഞ ടാബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്കാനിങ് നടക്കുന്ന URLs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പം ഞാൻ മാനുവലി ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് അല്ലാതെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പൗസ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനി നമുക്കിപ്പോൾ നമ്മൾ ഈ ഒരു സാപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഓട്ടോമേറ്റഡ് സ്കാൻ ചെയ്തു, നിങ്ങളിവിടെ അലേർട്ട്സും കാര്യങ്ങളൊക്കെ വൾണറബിലിറ്റീസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കൊരു റിപ്പോർട്ടാക്കണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു സ്കോപ്പിലോട്ട് ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോപ്പിൽ ആഡ് ചെയ്യുന്ന മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു URL ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതിനായിട്ട് ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതാണോ റിപ്പോർട്ട് വേണ്ടത് ആ ഒരു URL മാത്രം ഇവിടെ സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ അലേർട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ SQL ഇഞ്ചക്ഷൻ കിട്ടി, അതുപോലെ തന്നെ വേറെ കുറച്ച് ഇൻഫോർമേഷനും അതുപോലെ തന്നെ മീഡിയം സിവിയറിറ്റി വൾണറബിലിറ്റീസ് ഒക്കെ കിട്ടി. നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്രോസ് ഡൊമൈൻ മിസ്കോൺഫിഗറേഷൻ ഇവിടെ ഇതിൽ വന്നിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മീഡിയം സിവിയറിറ്റി ആയിട്ടാണ് ഇവിടെ റിപ്പോർട്ടായിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മീഡിയം സിവിയറിറ്റി ആയിട്ടാണ് റിപ്പോർട്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ടെസ്റ്റിംഗ് കേസ് നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസ്ക്കും കാര്യങ്ങളൊന്നും മീഡിയം അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് വച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഹൈ സിവിയറിറ്റി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫൈ ചെയ്യണം, ഡിസ്ക്രിപ്ഷൻസോ കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. സോ ജസ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫോൾസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാർക്കസ് ഫോൾസ് പോസിറ്റീവ് സെലക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വൾണറബിലിറ്റി ഇല്ലെങ്കിൽ ജസ്റ്റ് മാർക്കസ് ഫോൾസ് പോസിറ്റീവ് കൊടുത്താൽ മതി. ഓക്കെ, അല്ല പിന്നെ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, ജസ്റ്റ് എഡിറ്റ് സെലക്ട് ചെയ്യുക. എഡിറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വൾണറബിലിറ്റി നെയിം ചേഞ്ച് ചെയ്യണമെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യാം. URL ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഓപ്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. URL ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾക്ക് റിസ്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് എന്താണ്, ഫോൾസ് പോസിറ്റീവ് ആണോ, ലോ ആണോ, മീഡിയം ആണോ, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ എവിഡൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതർ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എക്സ്ട്രാ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാം മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പാരാമീറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് സേവ് കൊടുത്താൽ മതി. നിങ്ങൾ ചേഞ്ച് ചെയ്ത മോഡിഫൈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടെസ്റ്റ് എന്ന് പറയുന്നത് കൊടുത്തു, നെയിം സേവ് കൊടുത്തു. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇവിടെ ഈ ഒരു മിസ്കോൺഫിഗറേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് കമ്പയർ വിത്ത് അനദർ സെഷൻ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് 2 സെഷൻ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സെഷനായിട്ടാണോ കമ്പയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മതി, കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ജനറേറ്റ് റിപ്പോർട്ട് കൊടുക്കുക. റിപ്പോർട്ട് കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് നെയിം ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് കൊടുക്കും. നിങ്ങൾക്ക് എന്താണോ നെയിം അത് കൊടുക്കുക. പിന്നെ റിപ്പോർട്ട് ടൈറ്റിലാണിത്. പിന്നെ റിപ്പോർട്ടിൻ്റെ നെയിം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം.
ഇവിടെ .html ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഞാൻ ഇതൊന്നും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കോൺടാക്സ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കോൺടാക്സ്റ്റ് ഇവിടെ ഇപ്പോൾ സ്കോപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കോപ്പിലുള്ള URL കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ സൈറ്റ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ ഇവിടെ കാണാം. പിന്നെ ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് ഓപ്ഷനാണ് ടെംപ്ലേറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. റിസ്ക് ആൻഡ് കോൺഫിഡൻസ്, HTML, അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ റിപ്പോർട്ട് JSON ഫോർമാറ്റിൽ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ട്രഡീഷണൽ HTML റിപ്പോർട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ഇവിടെ ഡിഫാൾട്ടായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് PDF റിപ്പോർട്ട് വേണമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ടൈപ്പാണ് വേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഡിഫാൾട്ടായിട്ട് HTML തന്നെ കൊടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ തന്നെ മോഡിഫൈ ചെയ്യാം. സമ്മറി വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അൺടിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഫിൽറ്റേഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫിൽറ്റേഴ്സാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോൾസ് പോസിറ്റീവ് ആയിട്ടുള്ള വണ്ണബിലിറ്റി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അൺടിക്ക് ചെയ്യാം. സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ലോ സിവിയാരിറ്റി, റിസ്ക് ലോ ആയിട്ടുള്ളത് ഇൻക്ലൂഡ് ആക്കണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് അൺചെക്ക് ചെയ്താൽ മതി. ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ടിൻ്റെ പാറ്റേൺ ആണ്. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡിഫോൾട്ടായിട്ട് തന്നെ വിടുക. സോ ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് റിപ്പോർട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ ജസ്റ്റ് ജനറേറ്റ് ഇഫ് നോ ഇതും കൂടെ കൊടുക്കുക, എന്നാൽ മാത്രമേ ഇവിടുത്തെ കേസിൽ ഇത് ജനറേറ്റ് ആവത്തുള്ളൂ. ജസ്റ്റ് ജനറേറ്റ് റിപ്പോർട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ട് ഇവിടെ ജനറേറ്റ് ആയിരിക്കുന്ന കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കോൺടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അലേർട്ട്സിൽ പോവുക. അലേർട്ട്സിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ജനറേറ്റ് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ജനറേറ്റ് റിപ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യും. ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരുപാട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റിപ്പോർട്ടിൻ്റെ ആ ഒരു കോൺടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ സമ്മറി കാര്യങ്ങൾ കാണാം, എത്ര ഹൈ സിവിയാരിറ്റി വണ്ണബിലിറ്റി, അതുപോലെ തന്നെ മീഡിയം എത്ര ഫൈൻഡ് ചെയ്തു, ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. റിസ്ക് റേറ്റിംഗ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്ട് ഓരോ വണ്ണബിലിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. സോ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആസ് എ ബിഗിനർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു കോഴ്സിൽ, ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വീഡിയോ പറ്റി ഉള്ള അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ടൈം നോക്കി തന്നെ അറിയാൻ വേണ്ടി പറ്റും എത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നതെന്ന്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പറ്റുന്ന പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബഗ് ബൗണ്ടി കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. സോ ജസ്റ്റ് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.